നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകമെങ്ങുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന നഗരങ്ങളിൽ മുൻപന്തിയിലാണ് ദുബായിയുടെ സ്ഥാനം. ഇവിടുത്തെ കാലാവസ്ഥ, അടിസ്ഥാന സൗകര്യം, കല, സംസ്കാരം, വിനോദം എന്നിവയെല്ലാം യാത്രക്കാരെ ഇവിടേക്ക് അടുപ്പിക്കുന്നു. ഇപ്പോഴിതാ ദുബായിയുടെ വിനോദസഞ്ചാര മേഖലയിൽ ഒരു പൊൻതൂവൽ കൂടി എത്തുകയാണ്. ദുബായ് നഗരം മുഴുവൻ 360 ഡിഗ്രിയിൽ നോക്കിക്കാണാൻ ഒരിടം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? എന്നാൽ അങ്ങനെയൊരു അത്ഭുതമാണ് ദുബായിയിൽ ഒരുങ്ങുന്നത്. ലോകത്തിലെ ഏറ്റവും വലുതും ഉയരം കൂടിയതുമായ യന്ത്ര ഊഞ്ഞാലാണ് ദുബായിയുടെ പ്രധാന ആകർഷണമായി മാറാൻ ഒരുങ്ങുന്നത്. ഐൻ ദുബായ് അഥവാ ദുബായിയുടെ കണ്ണ് എന്നാണ് ഇതിന്റെ പേര്. വെറും ഊഞ്ഞാലാട്ടം മാത്രമല്ല, ദുബായിലെ താമസക്കാരുടെ ജീവിത നിലവാരം സമ്പുഷ്ടമാക്കുന്നതിനുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് ദുബായ് സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും സന്തോഷം നൽകുന്ന രാജ്യമായി ദുബായിയെ മാറ്റുക എന്നുള്ളതാണ് അധികാരികളുടെ ലക്ഷ്യം. ദുബായ് ബ്ലൂ വാട്ടേഴ്സിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നിരീക്ഷണ ചക്രം സന്ദർശകർക്ക് സവിശേഷ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. 9 ദശലക്ഷം മനുഷ്യമണിക്കൂർ ചെലവിട്ടാണ് ഈ കൂറ്റൻ യന്ത്രം സ്ഥാപിച്ചിരിക്കുന്നത്. യന്ത്രത്തിന്റെ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിന് ലോകത്തിലെ ഏറ്റവും വലിയ 2 ക്രെയിനുകളാണ് ഉപയോഗിച്ചത്. ഈ ചക്രത്തിന്റെ നിർമ്മാണത്തിന് ഈഫൽ ടവറിനേക്കാൾ 33% സ്റ്റീൽ, അതായത് 1200 ടൺ സ്റ്റീൽ അധികമായി വേണ്ടിവന്നു. 10ഓളം രാജ്യങ്ങളുടെ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങൾ കൊണ്ട് തീർത്ത ഈ അത്ഭുത ചക്രം ദുബായ് പാർക്കുകളും റിസോർട്ടുകളും, ഗ്ലോബൽ വില്ലേജ്, കൊക്കക്കോള അരീന, റോക്സി സിനിമാസ്, വിവിധ വാട്ടർ പാർക്കുകൾ എന്നിവ രാജ്യത്തിന് സമ്മാനിച്ച ദുബായ് ഹോൾഡിംഗ് ആണ് നിർമ്മിച്ചത്. 48 ക്യാബിനുകളിൽ ഒരേ സമയം 1750-ലധികം സന്ദർശകരെ വഹിക്കുന്ന ചക്രം ഒരു കറക്കം പൂർത്തിയാക്കാൻ 38 മിനിറ്റാണ് എടുക്കുന്നത്. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളാണ് ദുബായിലുള്ളത്. അടുത്ത കാലത്തായി അത്യാധുനികവും അനന്യവുമായ വൻ നിർമ്മിതികൾ കൊണ്ട് ദുബായ് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. അമ്പരചുംബികളായ ബുർജ് ഖലീഫ പോലെയുള്ള കെട്ടിടങ്ങളും, കടൽ നികത്തി നിർമ്മിച്ച പാം ദ്വീപുകളും, വൻ ഹോട്ടലുകളും, വലിയ ഷോപ്പിംഗ് മാളുകളും അവയിൽ ഉൾപ്പെടുന്നു. ഇതേ കാരണങ്ങൾ കൊണ്ടുതന്നെ തെക്കൻ ഏഷ്യയിൽ നിന്നുള്ള നിർമ്മാണ പ്രവർത്തകരുടെ മേലെയുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ പേരിലും ദുബായ് നഗരം അറിയപ്പെട്ടു തുടങ്ങി. 2007-2008 കാലത്തുണ്ടായ ലോക സാമ്പത്തിക മാന്ദ്യം ദുബായിലെ ഭൂവിനിമയ മേഖലയെ കാര്യമായി ബാധിച്ചു. ശമ്പളം വെട്ടിക്കുറച്ചതും തൊഴിലില്ലായ്മയും ഇതിനാക്കം കൂട്ടിയിരുന്നു. എന്നാൽ പിന്നീടുള്ള കാലത്ത് ശക്തമായ സാമ്പത്തിക മുന്നേറ്റത്തിനും തിരിച്ചുവരവിനും ദുബായ് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.